ഇനി ചീത്ത ചെയ്ത് കഴിഞ്ഞാൽ മുഖം മങ്ങും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം കായനോട് ചോദിക്കുന്നു, നിൻ്റെ മുഖം എന്താ ഇരുണ്ടിരിക്കുന്നത്? അതൊരു വളരെ നല്ലൊരു ചോദ്യം. എന്താ നിൻ്റെ മുഖം ഇരുണ്ടിരിക്കുന്നത്? നീ പാപം ചെയ്തുകൊണ്ടാണ്. ചീത്ത ചെയ്യുമ്പോഴും മുഖം ഇരുണ്ടു പോകും. ഞാൻ പറയുന്നത് ത്വക്കിൻ്റെ കളറിനെ കുറിച്ചല്ല, മറിച്ച് ഇരുണ്ട അവസ്ഥകളെക്കുറിച്ചാണ്. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മോശമായത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുതരം പാരനോയിയ വരും, എങ്സൈറ്റി വരും. നേരത്തെ പറഞ്ഞതുപോലെ ആഡ്രിനാലിൻ, കോർട്ടിസോൾ സ്പൈക്ക് ഉണ്ടാകും. അപ്പോൾ സംഭവിക്കുന്ന വലിയൊരു മാറ്റം എന്താണ്? കൊളേജിൻ, എലാസ്റ്റിൻ എന്ന് 2 പ്രോട്ടീനുകളുണ്ട്. അവയുടെ പ്രവർത്തനത്തെ ഇത് സാരമായിട്ട് ബാധിക്കും. ഈ കൊളേജിൻ, എലാസ്റ്റിൻ ഈ 2 ഹോർമോണുകളാണ് നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പും സൗന്ദര്യവും സ്നിഗ്ധതയും അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ നിലനിർത്തുന്ന സാധനങ്ങൾ. ഇത് രണ്ടും ഇല്ലാതായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പ്രായം ഉള്ളതായി തോന്നുന്നു. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾ ചിരിക്കുമ്പോൾ പോലും ആ ചിരി അല്ലാത്തൊരു ചിരിയായി മാറുന്നു. മുഖത്ത് ചാലുകൾ കൂടിക്കൂടി വരുന്നു. മൊത്തത്തിലൊരു പ്രസരിപ്പ് ഇല്ലാതായി മാറുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നമ്മുടെ റിങ്കിൾസും ടെൻഷൻ സോൺസും ഒക്കെ കൂട്ടുന്ന ഈ ചീത്ത ഭാരങ്ങളൊക്കെ ചുമക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന തീവണ്ടിയിൽ മാത്രമല്ല, ഹൃദയത്തിൽ എഴുതി വെക്കണം. എന്തിനാണിങ്ങനെ നെഗറ്റിവിറ്റിയുടെ ഭാരം ചുമന്ന് നടക്കുന്നത്?